സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജാഗരൂകരായ ജൂതഭടന്മാർ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കണ്ണും കാതും തുറന്നു പിടിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ച് ഇസ്രായേൽ ഇറാനിൽ നിന്ന് മടങ്ങിയെത്തുമ്പോഴേക്കും ഹമാസിന്റെ വേര് അറുക്കാനുള്ള അന്തിമ യുദ്ധം ഗാസയിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ മരുന്നിന് പോലും ഒരു നേതാക്കന്മാരില്ലാതെ മുക്കാലും മുടിഞ്ഞ് നശിച്ചിട്ടും ഇസ്രായേലിനെ പ്രതിരോധിച്ചുകൊണ്ട് ഹമാസ് രംഗത്ത് ഇറങ്ങണമെങ്കിൽ അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ചെറുതല്ലാത്തതും ഗൗരവമുള്ളതുമാണ് എന്നും തങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ശത്രുക്കൾ തന്നെയാണ് അതിന്റെ പിന്നിലെന്നും ഇസ്രായേലിന് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അതിശക്തമായ തയ്യാറെടുപ്പുകളും കരുനീക്കങ്ങളുമായിട്ടാണ് ഇസ്രായേൽ അവസാന റൗണ്ട് പോരാട്ടത്തിനായി കളത്തിൽ ഇറങ്ങിയത്. ആർക്കും അസ്വാഭാവികത തോന്നുന്ന വിധത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത് എങ്കിലും അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇറാനെതിരെ തുടങ്ങിവെച്ച യുദ്ധം അവസാനിപ്പിച്ച ഇസ്രായേൽ ടെഹ്റാന്റെ മണ്ണിൽ നിന്ന് പിൻവാങ്ങി എത്തിയെങ്കിലും അതൊരു സ്ഥായിയായ വെടിനിർത്തലല്ല, മറിച്ച് ഇറാനിലെ മാനവരാശിയുടെ നിതാന്ത ശത്രുവിനെ എന്നേക്കുമായി ആണവമായി നിരായുധീകരിക്കുന്ന ഇടത്തെ അത്തരമൊരു മിഷൻ അവസാനിക്കുകയുള്ളൂ എന്ന കാര്യം ഇസ്രായേലിന്റെ ചലനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആണവ കരാറിൽ തങ്ങളെ കൊണ്ട് ഒപ്പിടുവിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ലോകരാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ നടത്തിക്കൊണ്ടിരുന്ന ചർച്ചകൾ കൊണ്ടുപിടിച്ച് മുന്നേറുന്നതിനിടയിൽ ഒരു കൂസലുമില്ലാതെ ഇസ്രായേൽ അഴിച്ചുവിട്ട റൈസിംഗ് ലയൺ ഓപ്പറേഷൻ എന്ന ആക്രമണം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് ഇറാനിയൻ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ചിരകാല സ്വപ്നങ്ങളെയായിരുന്നു. ലോകത്തെ മുഴുവൻ കിടകിടാ വിറപ്പിക്കാനും ഇസ്ലാമിക മേൽക്കോയ്മയ്ക്ക് കീഴിലേക്ക് ലോകത്തെ കൊണ്ടുവരാനും ഉണ്ടാക്കിയ ആണവ സന്നാഹങ്ങളാണ് ഭൂമിക്കടിയിൽപ്പെട്ട് അങ്ങ് ഇല്ലാതായി തകർന്നടിഞ്ഞു പോയത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് വീമ്പിളക്കുമ്പോഴും ഈ സാമ്രാജ്യത്വ ശക്തികൾ ചേർന്ന് ഇറാന്റെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളെ വാരി അലക്കിയിരിക്കുന്നത് പതിറ്റാണ്ടുകൾ പുറകിലേക്കാണെന്ന കാര്യത്തിൽ ഇറാന് തെല്ലും സംശയം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ചിലരൊക്കെ ആ യാഥാർത്ഥ്യങ്ങൾ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. മോഡറേറ്റ് ഇറാനികളുടെ എതിർപ്പിന്റെയും ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ലയൺ റൈസിംഗിന്റെയും പിന്നാലെ അമേരിക്കയുടെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറും ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളും കലാപക്കെടുതികളും അതികഠിനമായിരുന്നു. ഇതിനൊക്കെ പുറമെ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് 1.5 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇസ്രായേൽ തുടങ്ങിവെച്ച ഓപ്പറേഷൻ നർണിയ എന്ന ആക്രമണം പൂർവാധികം ശക്തിയോടെ ഇവിടെയും തുടർന്ന ഇടത്താണ് തങ്ങൾ ടാർഗറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇസ്രായേൽ ഭേദിക്കുന്ന സാഹചര്യമുണ്ടായത്. ആണവായുധ ശേഖരങ്ങൾ തകർക്കുക എന്നത് പ്രധാനപ്പെട്ട ടാസ്ക് ആയിരുന്നു എങ്കിലും തങ്ങളുടെയും മറ്റ് ഏതൊരു രാഷ്ട്രങ്ങളുടെയും നിലനിൽപ്പിന് മുന്നിൽ തടങ്കൽ പാറയായി നിലനിൽക്കാൻ ഇറാൻ എന്ന ഭീകര രാഷ്ട്രത്തെ അനുവദിക്കാത്ത വണ്ണം അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ തീർക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ്. 2010 തുടങ്ങി വെച്ച ഓപ്പറേഷൻ നർണിയ ഓപ്പറേഷൻ ലയൺ റൈസിംഗിന് സമാന്തരമായി പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 13 പേരെ ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുകയാണ്. ഇതിന് കാരണം ആണവ കേന്ദ്രങ്ങൾ തകർന്നാലും ആണവ ശാസ്ത്രജ്ഞന്മാരുണ്ട് എങ്കിൽ അതൊക്കെ തിരികെ പിടിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം ഇറാന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി ആണവ ശാസ്ത്രജ്ഞന്മാരെല്ലാം മണ്ണടിഞ്ഞത് ഇറാന് സഹിക്കാവുന്നതിലും അപ്പുറത്തായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആ മാരക പ്രഹരത്തിന്റെ അവശേഷിപ്പായി ഭൂമിക്കടിയിൽ എവിടെയോ കഴിയുന്ന പരമോന്നത നേതാവ് ഖമേനിയാകട്ടെ തന്റെ ആണവ സ്വപ്നങ്ങളും അതിന് മുതൽക്കൂട്ടായ ശാസ്ത്രജ്ഞന്മാരും മണ്ണടിഞ്ഞു പോയതിലുള്ള അടക്കാനാകാത്ത കലിപ്പിൽ പ്രതികാരദാഹത്തോടെ കഴിയുകയാണെന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ലയൺ എറൈസിംഗ് മൂലം പ്രായാധിക്യത്താൽ പല്ലുകൊഴിഞ്ഞ ഖമേനി എന്ന ഇറാനിയൻ സിംഹത്തിന്റെ മനസ്സിലും ശരീരത്തിലും മാരകമായി മുറിവേറ്റിയിരിക്കുന്നു എന്നുള്ള ചുരുക്കം. തിരിച്ചടികൾ കൊണ്ട് പാഠം ഉൾക്കൊള്ളാൻ പോകുന്ന വിവേകം ഈ ഇറാനിയൻ ഭരണകൂടത്തിന് ഇല്ലാത്തതിനാലും ഇറാനെ നിരായുധീകരിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ജീവിത വ്രതമായിരിക്കുന്നതിനാലും ഇപ്പോഴത്തെ ശാന്തത കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണ്. ആ ശാന്തതയ്ക്ക് ഇസ്രായേൽ കൊടുത്ത നിർവചനം ഇനി എപ്പോഴെങ്കിലും ഇറാൻ ആണവ നീക്കങ്ങൾ നടത്തിയാൽ അന്ന് ആക്രമണം പുനരാരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. നദാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നിങ്ങനെ ആക്രമണത്തിൽ തകർന്ന ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ റിക്കവർ ചെയ്യാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ബ്രേക്ക് മാത്രം ആണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇറാനിൽ ഒരു ഭരണമാറ്റം അനിവാര്യമായിരുന്നുവെങ്കിലും 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന് അത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്.
മുഹമ്മദ് പല്ലവി എന്ന ഷാ ഭരണകൂടത്തിന്റെ ഒരു ഓപ്പറേഷനായി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വന്നുവെങ്കിലും അത് ഉറപ്പിക്കാനോ അത്തരത്തിൽ ജനങ്ങളുടെ പിന്തുണ നേടാനോ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഇറാന്റെ പ്രതിരോധ ശേഷിയെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും ഇസ്രായേലിന് ഉളവാക്കിയത് ചെറുതല്ലാത്ത നഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബലഹീനതകൾ ബോധ്യപ്പെട്ട ഇസ്രായേൽ അത് പരിഹരിക്കാനുള്ള അതിശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇസ്രായേലിന്റെ സിംഹം ഒരിക്കൽ കൂടി സടകുടഞ്ഞ് എഴുന്നേൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് പിന്നാമ്പുറ സംസാരം. അത് അന്തിമ യുദ്ധത്തിനായിട്ട് ആയിരിക്കും എന്നുള്ളതും ഓർത്തു വെക്കുക. ഏതായാലും എന്തോ വലിയ സംഭവത്തിനായി മിഡിൽ ഈസ്റ്റ് ഒരുങ്ങുകയാണ് എന്നതിന്റെ സൂചനകൾ പലയിടത്തു നിന്നും ലഭിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികളെ മുന്നിൽ നിർത്തി ഇസ്രായേലിനെ ആക്രമിച്ചതും ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കിയതും ഇറാന്റെ അജണ്ട തന്നെയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഡയറക്റ്റ് ത്രൂ ആയിട്ട് ഇറാനെ ബാധിക്കുമെന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. സിറിയൻ വിമത നേതാവ് ജുലാനിയും ജോർദാനും ഇസ്രായേലിന് അനുകൂലമായി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാടുകളും ഒരുപക്ഷെ ലെബനോനിൽ സംജാതമായേക്കാവുന്ന തത്തുല്യമായ മാറ്റങ്ങളും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളുടെ ഏകീകരണത്തിലേക്ക് എത്തിച്ചാൽ അവിടെ സ്വാഭാവികമായി ഒറ്റപ്പെട്ടു പോകാൻ ഇടയുള്ളത് ഇറാനും അവർ തീറ്റിപ്പോറ്റിയ കുറെ തീവ്രവാദികളും മാത്രമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ചില രാജ്യങ്ങൾ പൊതുവെ രാജ്യപ്പേരിന്റെ അഗ്രത്ത് സ്ഥാൻ എന്ന് ചേർത്താണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കസഖിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം അതിന് ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കാട്ടിക്കൂട്ടുന്ന എല്ലാ തിന്മകൾക്കും മുന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട തീവ്രവാദ ശക്തികൾ ഹമാസ് ആയതിനാൽ പാലസ്തീൻ ഭരണകൂടത്തെയും ലിബറേഷൻ ആർമിയെയും ഒക്കെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഗാസ കേന്ദ്രമാക്കി ഒരു ഹമാസ്താൻ രൂപീകരിക്കാമെന്നും സദാകാലത്തേക്കും ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാമെന്നുമായിരുന്നു ഇറാനും ഹമാസും ചേർന്ന് പദ്ധതി ഒരുക്കിക്കൊണ്ടുവന്നത്. എന്നാൽ എല്ലാം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. തലകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും വാലിൽ കുത്തി കിളരുന്ന ഹമാസ് ഇറാന്റെ പിന്തുണയോടെ ഒരു ഹമാസ്താൻ കെട്ടിപ്പടുക്കാനുള്ള വ്യാമോഹത്തിലായിരുന്നു. എന്നാൽ അത് ഒരിക്കലും തങ്ങൾ അനുവദിക്കില്ല എന്ന് ആശങ്കകൾക്കിടയില്ലാതെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് അന്തിമ നിർദ്ദേശം നൽകിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ രംഗത്തെത്തിയ നെതന്യാഹു ഇസ്രായേലിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഹമാസ്താൻ രൂപീകരണത്തിന് ഹമാസോ അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നവരോ തയ്യാറെടുക്കേണ്ട എന്ന കാര്യം വ്യക്തമാക്കിയത്. ഇനിയുള്ള നാളിൽ അവിടെ ഹമാസോ ഹമാസ്താനോ ഉണ്ടാകില്ല എന്നും ഇനി അതിലേക്കൊരു തിരിച്ചുപോക്കില്ല എന്നും അത് എന്നേക്കുമായി അവസാനിച്ചു എന്നും നമ്മുടെ എല്ലാ ബന്ദികളെയും നമ്മൾ മോചിപ്പിക്കുമെന്നും നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ വലുതായതിനാൽ അതൊന്നും നാം നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല എന്നും ശത്രുക്കളെ തോൽപ്പിക്കാനും സാമ്പത്തികമായും ദേശീയമായും രാജ്യാന്തരമായും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുമുള്ള അവസരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും നെതന്യാഹു വ്യക്തമാക്കുകയുണ്ടായി. ട്രാൻസ് ഇസ്രായേൽ പൈപ്പ് ലൈൻ സമ്മേളനത്തിനിടെയായിരുന്നു നെതന്യാഹു ഈ നിർണായക വിവരങ്ങൾ പ്രസ്താവിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഘനീഭവിച്ചു നിൽക്കുന്നത് അനിവാര്യമായ മാറ്റങ്ങൾ ഉറപ്പാക്കുന്ന വമ്പൻ നീക്കങ്ങൾക്ക് മുൻപുള്ള നിശബ്ദത തന്നെയാണ്. എ കാം ബിഫോർ സ്റ്റോം എന്ന് നമ്മൾ പറയുന്നത് പോലെ.